അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാന്യ പ്രേക്ഷകർക്ക് റമളാൻ നിലാവിലേക്ക് സ്വാഗതം. ശരീരത്തിലും വസ്ത്രത്തിലും അഴുക്ക് പുരണ്ടാൽ പെട്ടെന്ന് തന്നെ അത് വൃത്തിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ പതിവ്. വസ്ത്രത്തിലോ ശരീരത്തിലോ അഴുക്ക് മ്ലേച്ഛ വസ്തുക്കൾ ഉണ്ടാകുന്നത് നമ്മൾ ആരും താല്പര്യപ്പെടുന്നില്ല. അതുപോലെ മനുഷ്യ ശരീരത്തിൻ്റെ കേന്ദ്രമാകുന്ന ഹൃദയത്തിൽ മാലിന്യങ്ങൾ പുരളുമ്പോൾ, അഴുക്കുണ്ടാകുമ്പോൾ അത് ഉടനെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുക എന്നത് വളരെ പ്രധാനമാണ്. ആ ചെയ്യുന്ന പ്രവൃത്തിക്കാണ് തൗബ, പശ്ചാത്താപം എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ ക്ലീൻ ചെയ്യുന്ന പ്രവൃത്തിക്കാണ് തൗബ, പശ്ചാത്താപം എന്ന് ഇസ്ലാമിക സാങ്കേതിക അർത്ഥത്തിൽ പ്രയോഗിക്കുന്നത്. തൗബയുടെ മാസമാണ് വിശുദ്ധ റമളാൻ. തൗബ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. തൗബ ചെയ്യണം എന്ന താല്പര്യം അള്ളാഹു ഖുർആനിലൂടെ അവൻ്റെ അടിമയെ അറിയിക്കുന്നുണ്ട്. മനുഷ്യ സഹജമാണ് തെറ്റുകൾ ചെയ്യുക എന്നുള്ളത്. സ്വാഭാവികമായും പാപസുരക്ഷിതരായ പ്രവാചകന്മാരല്ലാത്ത മനുഷ്യരൊക്കെ തെറ്റ് ചെയ്യാൻ സാധ്യത ഏറെയാണ്. കുല്ലു ബനി ആദം ഖത്വാഉൻ വഖൈറുൽ ഖത്വാഈന അത്തവ്വാബൂൻ. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ആദം സന്തതികൾ അഥവാ മനുഷ്യകുലം തെറ്റ് ചെയ്യുന്നവരാണ്. സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ് തിന്മകൾ. പക്ഷേ ആ തെറ്റിൽ തന്നെ ആപതിക്കാതെ, തെറ്റെന്ന അപകടത്തിൽ തുടരാതെ അതിൽ നിന്ന് കഴുകി വൃത്തിയാക്കി പാപമോചനം നേടുന്നവരാണ്, പ്രായശ്ചിത്തം ചെയ്യുന്നവരാണ് ഏറ്റവും ഹൈറായ ആളുകൾ, ഗുണസമ്പന്നന്മാർ എന്ന് പ്രവാചകർ പഠിപ്പിക്കുകയാണ്. ശുദ്ധ ഖുർആനിൽ തൗബയെ പ്രേരിപ്പിക്കുന്ന ധാരാളം ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. 7-ാം ചാപ്റ്റർ സൂറത്തുൽ അറാഫ് 23-ാം വാചകം, ആദിമ മനുഷ്യനായ ആദ്യ പിതാവും ആദ്യ നബിയുമായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അവരുടെ പ്രിയതമ ഹവ്വ അലൈഹിസ്സലാം, രണ്ടുപേരിലും വന്ന യാദൃച്ഛികമായ അബദ്ധം, അതിനെ തൊട്ട് അള്ളാഹുവിനോട് താണുകേണ് അപേക്ഷിക്കുന്നതിനെ കുറിച്ച് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഖാലാ റബ്ബനാ ളലംനാ, സൂറത്തുൽ അറാഫ് 23. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ എല്ലാം പുറത്തു തരണേ എന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഭാര്യയും പാപമോചനം അർത്ഥിക്കുന്ന, തൗബ ചെയ്യുന്ന കാര്യം വിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിക്കുന്നു. വസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി, സൂറത്തുൽ ഹൂദ് 90. സൂറത്തുൽ ഹൂദിലെ 90-ാം വചനം, നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും പാപമേറ്റു പറഞ്ഞ് പ്രായശ്ചിത്തം നടത്തുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. തെറ്റുകളിൽ നിന്ന് മോചിതരാവാത്ത, തൗബ ചെയ്യാത്തവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിൽ 11-ാം ആയത്തിൽ പറയുന്നുണ്ട്, തൗബ ചെയ്യാത്ത ആളുകൾ, പശ്ചാത്താപം നടത്താത്തവർ, ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അവർ അധർമ്മകാരികളാണ്, അക്രമികളാണ് എന്നുപോലും ഖുർആൻ ഓർമ്മപ്പെടുത്തും. വിവിധ സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ തൗബ ചെയ്യുന്ന ആളുകളെ പുകഴ്ത്തി പറയുകയും അവരെ അല്ലാഹു അല്ലാതെ ഇഷ്ടപ്പെടുന്നതായി ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവം, റസൂൽ പറയാൻ, നിങ്ങളിൽപ്പെട്ട ഒരാൾ യാത്രാമധ്യേ തൻ്റെ വസ്ത്രവും ഭക്ഷണവും യാത്രാ വസ്തുക്കളുമെല്ലാം അടങ്ങിയ വാഹനമാകുന്ന ഒട്ടകം കാണാതായി, നഷ്ടപ്പെട്ടുപോയി. പലയിടത്തും പരതി, എല്ലാ വഴികളും അടഞ്ഞു, ഇനി യാത്ര ചെയ്യാൻ കഴിയില്ല എന്ന വിധത്തിൽ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ തീർത്തും യാദൃശ്ചികമായി തൻ്റെ മുന്നിൽ
ആ ഒട്ടകം പ്രത്യക്ഷപ്പെടുകയാണ്. എല്ലാം തിരിച്ചു കിട്ടിയ വല്ലാത്തൊരു സന്തോഷാധിക്യത്താൽ ആ അടിമ പറഞ്ഞു പോകുന്നു, അന്ത അബ്ദി അന റബ്ബുക്, നീ എൻ്റെ അടിമയും ഞാൻ നിൻ്റെ ഉടമയുമാണ്, ഞാൻ നിൻ്റെ സൃഷ്ടാവും നീ എൻ്റെ അടിമയുമാണ് എന്ന് തലതിരിച്ചു പറഞ്ഞു പോകത്തക്ക പോകുമാറ് സന്തോഷം ആ അടിമയ്ക്ക് ഉണ്ടാവുന്നു. നിങ്ങൾ മറ്റൊരാൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എത്രത്തോളം സന്തോഷമാണ് അയാൾക്കുണ്ടാകുന്നത് എങ്കിൽ അതിനേക്കാൾ സ്നേഹവും സന്തോഷവുമാണ് പ്രായശ്ചിത്തം ചെയ്യുന്ന, പശ്ചാത്തപിച്ചു മടങ്ങുന്ന തൻ്റെ അടിമയോട് അള്ളാഹുവിനുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മനസ്സിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് സംഭവിച്ചുപോയ തെറ്റുകളെക്കുറിച്ച് യാദൃശ്ചികമായോ അശ്രദ്ധമായോ അറിവില്ലായ്മ കൊണ്ടോ വന്നുപോയ തെറ്റിനെ, തിന്മയെ ന്യായീകരിക്കാതെ അതിൽ നിന്ന് മടങ്ങാനുള്ള പ്രേരണയാണ്, ഉള്ളിൽ നിന്നുള്ള വിളിയാളമാണ് സത്യത്തിൽ തൗബ, പ്രായശ്ചിത്തം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തെറ്റും ചെയ്യാത്തവരായിരുന്നിട്ട് പ്രവാചകന്മാർ പാപസുരക്ഷിതരാണ്. ഒരു തെറ്റ് ചിന്തിക്കുക പോലും ചെയ്യാതിരുന്നിട്ട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഓ മനുഷ്യരെ, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. ഫഇന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി മിഅത മറ, ഫഇന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി മിഅത മറ. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, 100 തവണ ചുരുങ്ങിയത് ഞാൻ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നുണ്ട്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന മനസ്സറിഞ്ഞുള്ള പാപമോചന തേട്ടം, ഇസ്തിഗ്ഫാർ, അത് തൗബയുടെ ഏറ്റവും താഴെ തട്ടിലുള്ളതാണ്. 100 തവണ ഞാൻ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാം. ജീവിതത്തിൻ്റെ വഴിത്താരയിൽ നിരവധി തെറ്റുകളും കുറ്റങ്ങളും തിന്മകളും നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ജീവിതം ശുദ്ധമാക്കാനുള്ള നല്ലൊരവസരമാണ് വിശുദ്ധ റമളാൻ. തൗബ ചെയ്യുക എന്ന് പറയുന്നത് കേവല പരിഹാരമല്ല, സമ്പൂർണമായ പരിഹാരമായിരിക്കണം. ആ തൗബയ്ക്ക് 3 നിബന്ധനകൾ, മനുഷ്യരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നുമടക്കം 4 നിബന്ധനകൾ തൗബ ചെയ്യാനുണ്ട്. ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ നിർത്തിവെക്കുക. ചെയ്യുന്ന തെറ്റിൽ നിർത്തിവെക്കാതെ പ്രായശ്ചിത്തം നടത്തുന്നത്, പശ്ചാത്താപം ചെയ്യുന്നത്, അത് കാക്കത്തൗബ എന്നാണ് അതിന് പറയുക. ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കണം. 1, ചെയ്തുപോയ തെറ്റുകളെ, തിന്മകളെ, അതിൽ നിന്ന് പരിപൂർണമായും ഖേദിച്ചു മടങ്ങണം. അതെന്നിൽ സംഭവിച്ചു പോയതാണ്. മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് അതിൽ നല്ല ദുഃഖമുണ്ടാവണം. മറ്റൊന്ന്, തൽക്കാലം ഇവിടെ ഒരു പശ്ചാത്താപം നടത്തി വീണ്ടും അവസരം കിട്ടുമ്പോൾ ഞാൻ അതിലേക്ക് മടങ്ങും എന്ന ചിന്തയോടുകൂടിയാണെങ്കിൽ അത്തരത്തിലുള്ള പശ്ചാത്താപത്തിന്, ഖേദപ്രകടനത്തിന് ഒരർത്ഥവുമില്ല. ഇനി തൻ്റെ സഹചരായ മനുഷ്യരുമായി സാമ്പത്തികമായോ ശാരീരികമായോ ആരോപണങ്ങൾ കൊണ്ടോ അവർക്ക് വല്ല ഇടപാടുകളും ബാക്കിയുണ്ടെങ്കിൽ, മനുഷ്യബന്ധങ്ങളിൽ വല്ല ക്ലീനിങ്ങും ആവശ്യമുണ്ടെങ്കിൽ, ആ ഇടപാടുകളും കൂടെ ക്ലിയർ ചെയ്തതിൻ്റെ ശേഷം മാത്രമേ തൗബ പരിഗണിക്കപ്പെടുകയുള്ളൂ. ഇതിനാണ് തൗബത്തൻ നസൂഹ, നസൂഹായ, പരിപൂർണമായ യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ. വിശുദ്ധ ഖുർആൻ തഹ്രീം സൂറത്തിൽ 8-ാമത്തെ ആയത്ത് പ്രഖ്യാപിക്കുന്നത് അങ്ങനെയാണ്. അതിനുള്ള ഗുണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ നിബന്ധനകൾ പാലിച്ചുകൊണ്ടായിരിക്കണം പശ്ചാത്താപം നടത്തേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിങ്കിൽ നിന്നുള്ള പാപമോചനം മാത്രമല്ല ലഭിക്കുന്നത്, മറിച്ച് 1 പാപങ്ങൾ പൊറുക്കപ്പെടും, അവൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ മായ്ക്കപ്പെട്ട് പരിപൂർണനായ നല്ല മനുഷ്യനായി മാറാൻ, ശുദ്ധിയുള്ള മനുഷ്യനായി മാറാൻ. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതത്വഹിരീൻ. ശുദ്ധിയുള്ളവരെ അള്ളാഹു അല്ലാതെ ഇഷ്ടപ്പെടുന്നു. സൂറത്തുൽ ബഖറ, ഖുർആന്റെ 2-ാമത്തെ ചാപ്റ്റർ 222-ാം വചനം അതാണ് ദ്യോതിപ്പിക്കുന്നത്. ശുദ്ധിയുള്ളവരെ, തൗബ ചെയ്യുന്നവരെ
പശ്ചാത്തപിച്ച് ഖേദിച്ചു മടങ്ങുന്നവരെ അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ് എന്ന ആയത്ത്. അപ്പോൾ പാപങ്ങൾ പുറത്തു തരും. മറ്റൊന്ന്, രണ്ടാമതായിട്ടുള്ള ഗുണം, അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കും. തെറ്റ് ചെയ്തു പോയി അടിമ ഉടമയോടെല്ലാം ഏറ്റുപറഞ്ഞ് ഉറപ്പിക്കുന്നതോടുകൂടെ അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കാൻ കാരണമാകും. അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിച്ചെങ്കിലല്ലേ അവൻ്റെ തൃപ്തി മുഖേന സ്വർഗം ലഭിക്കുകയുള്ളൂ, ജീവിതം സന്തോഷകരമാവുകയുള്ളൂ, ഈ ഭൂമി ലോകത്തും പരലോകത്തും. തൗബ കൊണ്ട് ഭൂമി ലോകത്തും ഒരുപാട് സുഖങ്ങളും സന്തോഷവും ലഭിക്കാനുണ്ട്. അതിലൊന്ന് ജീവിതത്തിൽ വിശാലത ലഭിക്കുക എന്നുള്ളതാണ്. അള്ളാഹു ഖുർആനിൽ സൂറത്ത് ഹൂദ് 3-ാം വേഴ്സിൽ പറയുന്നു, നിങ്ങൾക്ക് നല്ല സുഖസൗകര്യങ്ങൾ നാം ഒരുക്കിത്തരും, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്ത് പാപമോചനങ്ങൾ നടത്തിയാൽ. വീണ്ടും പ്രവാചകർ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജ വമിൻ കുല്ലി ഹമ്മിൻ ഫറജ. ആരെങ്കിലും പാപമോചനത്തെ, തെറ്റിൽ നിന്ന് കഴുകിക്കളയാൻ പരിശ്രമിച്ചാൽ, ഇസ്തിഗ്ഫാറിനെ എപ്പോഴും കൂടെ നിർത്തിയാൽ, അള്ളാഹുവിനോട് തെറ്റിൽ നിന്ന് രാജിയാവാൻ തേടിക്കൊണ്ടേയിരുന്നാൽ അള്ളാഹു എല്ലാ ടെൻഷനും അകറ്റിക്കൊടുക്കും. മിൻകുല്ലി ളീഖിൻ മഖ്റജ, എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും വിശാലത നൽകും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത ഭാഗത്തിലൂടെ ജീവിത വിശാലത നൽകുമെന്ന് പ്രവാചകർ പഠിപ്പിക്കുകയാണ്. അപ്പോൾ പാപമോചനം അർത്ഥിക്കുന്നത് കൊണ്ട്, തൗബ ചെയ്യുന്നത് കൊണ്ട് ജീവിതത്തിൽ വിശാലത ലഭിക്കും, പ്രയാസങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും, ടെൻഷനില്ലാത്ത ജീവൻ ഉണ്ടാകും. ഇതൊരു ഭൗതികമായ ഗുണമാണ്. മറ്റൊന്ന്, 4-ാമത്തെ ഗുണം സ്വർഗം ലഭിക്കും എന്നുള്ളതാണ്. സൂറത്തുൽ ഹൂദിൽ സൂറത്തു തഹരീം 8-ാം വചനം, തൗബ ചെയ്ത് മടങ്ങുന്നവർക്കുള്ള ഗുണം അള്ളാഹു പറയുന്നത്, യുകഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലുകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. താഴ്ഭാഗങ്ങളിലൂടെ നദികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ അവർക്ക് നാം സമ്മാനിക്കും, അവയിൽ നാം പ്രവേശിപ്പിക്കും. അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. സ്വർഗം ലഭിക്കാനുള്ള ഒരു കാരണം അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുക എന്നത്. നോക്കൂ, നിങ്ങൾ പരിശുദ്ധരായി ശരീരം വസ്ത്രമൊക്കെ ശുദ്ധിയാവാൻ ആഗ്രഹിക്കുന്നത് പോലെ അള്ളാഹുവിൽ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഹൃദയം സർവ്വപാപങ്ങളിൽ നിന്നും കഴുകിക്കളയുന്ന ആളുകൾ, അവർ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് തൗബ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം സ്വാംശീകരിക്കാനും സ്വർഗപ്രവേശം സിദ്ധിക്കുവാനും കഴിയുമെന്നത് ഏറ്റവും വലിയ നേട്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ വയബ്സുതു യദഹു ബിന്നഹാർ ലിയതൂബ മുസീഉൽ ലൈൽ ഹത്താ തത്ലുഅ അശ്-ശംസ് മിൻ മഗ്രിബിഹ. രാത്രിയിൽ അല്ലാഹു പകലിൽ തെറ്റ് ചെയ്യുന്നവൻ്റെ തൗബയെയും, പ്രഭാതത്തിൽ രാത്രിയിൽ തെറ്റ് ചെയ്തു പോയവൻ്റെ തൗബയെയും പ്രതീക്ഷിച്ച് അവന് വിശാലത ചെയ്യുവാനും എല്ലാം പുറത്തു കൊടുക്കുവാനും വേണ്ടി കാത്തു നിൽക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പാപം ചെയ്യുന്നവനല്ല, ചെയ്ത് വീണ്ടും അതിലടിയിരുന്ന് പശ്ചാത്താപം ചെയ്യാത്തവനാണ് ഏറ്റവും വലിയ കുറ്റവാളി. പാപപങ്കിലമായ ജീവിതം നയിക്കുന്ന മനുഷ്യർ അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് കഴുകിക്കളഞ്ഞ് തൗബ ചെയ്ത് പാപത്തിൽ നിന്ന് മോചിതരാകുന്നവരാണ് വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ, ഏറ്റവും ഉന്നതരും സച്ചരിതരുമെന്ന് പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള അവസരമാണ് വിശുദ്ധ റമളാൻ. രാപ്പകലുകൾ അതിന് നമുക്ക് വേദിയാകട്ടെ എന്ന് ആഗ്രഹിച്ച് ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.